നമസ്കാരം. 2019 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന് 2022 ഒരു ഫേസ് ലിഫ്റ്റിന് വിധേയമായിട്ടുള്ള ഹ്യുണ്ടായി വെന്യൂവിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഹ്യുണ്ടായി ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് മെക്കാനിക്കലി ഈ ഒരു വാഹനത്തിന് കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് 2025 നവംബർ 4 ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത ഹ്യുണ്ടായി വെന്യൂവിൻ്റെ സെക്കൻഡ് ജനറേഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഒരു ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിസൈൻ വൈസ് ആണെന്നുണ്ടെങ്കിലും അതെല്ലാം മെക്കാനിക്കലി ഈ ഒരു വാഹനത്തിന് എന്തൊക്കെ ചേഞ്ചുകൾ വന്നു, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ വലിയ ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസമുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2019 ലോഞ്ച് ചെയ്ത ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് ജനറേഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് ആദ്യം നോക്കാം. പ്ലാറ്റ്ഫോം K2 പ്ലാറ്റ്ഫോം ആയിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന ഹ്യുണ്ടായി വെന്യൂവിന്. ഇപ്പോൾ അത് K1 പ്ലാറ്റ്ഫോം ആക്കി മാറ്റി എന്നുള്ളതാണ്. K1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ല. ഓൾറെഡി നമുക്കറിയാം സിറോസ് ആണെന്നുണ്ടെങ്കിലും ഹ്യുണ്ടായുടെ മറ്റു പല വാഹനങ്ങളിലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സിറോസിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത്, അതായത് ഹ്യുണ്ടായി വെന്യൂവിൻ്റെ സെക്കൻഡ് ജനറേഷൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് എത്ര സ്റ്റാർ റേറ്റിംഗ് കിട്ടി എന്നുള്ളത് അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള സ്പേസ് മാനേജ്മെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചത്. അത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീൽ ബേസ് ആണെന്നുണ്ടെങ്കിൽ 2500 മില്ലിമീറ്ററിൽ നിന്നും 20 മില്ലിമീറ്റർ കൂടി 2520 മില്ലിമീറ്ററായി മാറിക്കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന വെന്യൂവിൻ്റെ ഇപ്പോഴുള്ള മോഡൽ, അതായത് നിലവിലുള്ള മോഡൽ എന്ന് പറയുന്ന മോഡലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ കൂടുതലും പറയുന്നത് വെന്യൂവിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ട് കുറവാണ്, അത് ലെഗ് റൂം കാര്യമായിട്ട് കുറവാണ് എന്നുള്ളതാണ്. അത് ഈ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഡ്ത്തിലും വ്യത്യാസം വന്നിട്ടുണ്ട്, ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റിലും കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും K1 പ്ലാറ്റ്ഫോം വന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിന് ഒരു തരത്തിൽ സ്പേസ് മാനേജ്മെൻറ്റിന് ഹെൽപ്പായി എന്നുള്ളതാണ്. 3995 മില്ലിമീറ്ററാണ് ലെങ്ത്ത്. വീൽ ബേസിലേക്ക് വന്നപ്പോഴത്തേക്കും 20 മില്ലിമീറ്റർ കൂടി 2500 നിന്നും 2520 വന്നു. അതുമാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് ഏകദേശം 30 മില്ലിമീറ്റർ കൂടി എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് 1800 മില്ലിമീറ്ററായി മാറി എന്നുള്ളതാണ്. നല്ല ഹൈറ്റുള്ളൊരു വാഹനമാണ്. സെക്കൻഡ് റോയിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ആ ഒരു ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 1665 മില്ലിമീറ്ററായിട്ട് ഉയർന്നു എന്നുള്ളതാണ്. 48 മില്ലിമീറ്റർ ഹൈറ്റ് കൂടി എന്നുള്ളതാണ് പഴയ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്രോക്സിമേറ്റ്ലി 180 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിനുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ K1 പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സാധാരണ K1 പ്ലാറ്റ്ഫോം അല്ല, അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. അവിടെ 71% മികച്ച ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ക്രാഷ് ടെസ്റ്റൊക്കെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല സേഫ്റ്റി റേറ്റിംഗ് 5 സ്റ്റാർ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം ചേഞ്ചായി എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്രമല്ല 33 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും, അത് മാത്രമല്ല അതിന് മുകളിലേക്ക് പോകുന്ന വേരിയൻറ്റിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 60ഓളം അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ലെവൽ 2 അഡാസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നു എന്നുള്ളത് അഡ്വാൻറ്റേജ് തന്നെയാണ്. 360 ഡിഗ്രി ക്യാമറ, അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ABS, EBD ഇങ്ങനെയുള്ള സേഫ്റ്റി സൈഡിലുള്ള എൻഹാൻസ്മെൻ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം നോക്കിയത് മെക്കാനിക്കൽ സൈഡിലെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഹ്യുണ്ടായുടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 2030 ആകുമ്പോഴത്തേക്കും ഏകദേശം 26 പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഡിറൈവ്ഡ് ആയിട്ടുള്ള അത്തരം ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹ്യുണ്ടായി വെന്യൂ ആണ്. നോർമലി ഹ്യുണ്ടായുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ചെന്നൈയിലാണുള്ളത്. ഈ ഒരു വാഹനം നിർമ്മിച്ചത്
മഹാരാഷ്ട്രയ്ക്കടുത്തുള്ള പൂനെയിലെ അവരുടെ പ്ലാന്റിൽ നിന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്ത് 20 ECU വന്നിട്ടുണ്ട്. അത് കമ്പൈൻഡ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഓവർ ദ എയർ അപ്ഡേഷന് വിധേയമായിട്ട് മികച്ച പെർഫോമൻസും മികച്ച സേഫ്റ്റിയും അതുമാത്രമല്ല മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഈ ഒരു വാഹനത്തിന് നൽകും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് ഈ സാധാരണഗതിയിലുള്ള 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ്റെ കൂടെയൊക്കെ വന്നിട്ടുള്ളത്. NLലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു അലോയ് വീലിൻ്റെ പാറ്റേൺ ഒക്കെ മാറുന്നത്. നോർമൽ അതിന് താഴെയുള്ള വേരിയൻറ്റിലൊക്കെ ഈ ഒരു 16 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ആ ഒരു അലോയ് വീലിൻ്റെ പാറ്റേൺ ബേസിക്കലി അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതൊരു എന്താ പറയുന്നത്, ഇനി വരാൻ പോകുന്ന EVയിലേക്കുള്ളൊരു ഷിഫ്റ്റിനെ സൂചിപ്പിക്കുന്നതാണോ എന്നുള്ളത് വലിയൊരു സംശയമുണ്ട്. എന്നാൽ N ലൈനിലേക്ക് വന്നപ്പോഴത്തേക്കും അത് 17 ഇഞ്ചിൻ്റെ അലോയ് വീലായി മാറി എന്നുള്ളതാണ്. ഡ്യുവൽ ഡാഷ്ബോർഡ് സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. അതായത് ഡ്യുവൽ കളറിലാണ് ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് അപ്പ് മാർക്കറ്റാണ്. എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും സീറ്റിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. കാരണം ഇതാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻറ്റീരിയർ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കൊടുക്കണം. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും ബാക്കിലാണെന്നുണ്ടെങ്കിലും സെൻസേഴ്സ് ഉണ്ട്. എന്തിനാണ് അത് എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ 6 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ സെൻസറിൻ്റെ പ്ലേസ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ വീലാർച്ചിൻ്റെ സൈഡിലുള്ള ക്ലാഡിങ്ങിൽ വരെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മൾ ചില സമയങ്ങളിലൊക്കെ വാഹനം തിരിക്കുന്ന സമയത്ത് ഈ എഡ്ജിലൊക്കെ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം സെൻസേഴ്സ് വളരെ ഉപകാരപ്രദമാകും. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് തന്നെയാണ്. സെക്കൻഡ് റോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല രീതിക്കുള്ളൊരു സ്പേസ് മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 350 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ 16 ഇഞ്ചിൻ്റെ വീലുകളുടെ അപ്ഡേഷനും അത് മാത്രമല്ല NLലേക്ക് വന്നപ്പോഴത്തേക്കും അത് 17 ഇഞ്ചായി മാറി എന്നുള്ളതാണ്. ഇനി നമ്മൾ എഞ്ചിൻ ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓപ്ഷനിൽ കാര്യമായിട്ട് വ്യത്യാസം ഒന്നുമില്ല. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 അതായത് 1197 cc 82 bhp പവർ, അത് 6000 RPM ജനറേറ്റ് ചെയ്യുന്ന 114.7 Nm ടോർക്ക്, അത് അപ്രോക്സിമേറ്റ്ലി ഒരു 4100 ടു 4200 RPM ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ നിലവിലുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു എഞ്ചിന് അത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1100 കിലോഗ്രാമിന് അടുത്തുണ്ട്. അപ്പോൾ അത്രയും ഭാരമുള്ളൊരു വാഹനത്തിന് 82 bhp മതിയാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കമ്പനി പറയുന്നത് 18 കിലോമീറ്ററിന് മുകളിലാണ് മൈലേജ്. ഇനി CRD എഞ്ചിനുണ്ട്, ഡീസലാണ്, അത് 1.5 cc ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. 1493 cc 250 Nm ടോർക്ക്, അത് 1500 ടു 2000 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 114 bhp ആണ്, അത് 4000 RPM ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CRDI 1.5 ഉണ്ട്. അത് മാത്രമല്ല 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനുണ്ട്. അത് മാത്രമല്ല 1 ലിറ്റർ ടർബോ നമുക്ക് അവൈലബിൾ ആണ്. എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് N ലൈൻ എന്ന് പറയുന്ന വേർഷനിൽ മാത്രമല്ല ഈ 1 ലിറ്റർ ടർബോ അവൈലബിൾ ആയിട്ടുള്ളത്, അതിന് താഴെയുള്ള വേർഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ N ലൈൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ കുറച്ചും കൂടെ ബ്ലാക്കിഷ് ആയിട്ടാണ് കാണുന്നത്. ഒരു എയർക്രാഫ്റ്റിൻ്റെ ഇൻറ്റീരിയറിനോട് സമാനമായിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ആണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ അലോയ് വീൽ പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ഡിഫറൻ്റ് ആണ്. N ലൈൻ്റെ കേസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും എയറോഡൈനാമിക് പ്രൊപ്പോർഷനേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്പോയിലർ ഡിസൈനൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് മാറി ക്ലാം ഷെൽ കൈൻഡ് ഓഫ് ബോണറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇത്തരം ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതായതുകൊണ്ടാണ് ഞാനതിനെ എടുത്തു പറയാത്തത്. N ലൈനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടോയിൻ ഹുക്ക് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അടച്ചു വെച്ചു എന്നുള്ളതാണ്. ഹെവിലി ക്ലാഡിംഗ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പറിലും ബാക്ക് ബമ്പറിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് N ലൈനിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൊണാറ്റ N എന്നൊക്കെ പറയുന്ന അത്തരം വേരിയൻറ്റിലൊക്കെ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് N ലൈനിലാണ് കാണുന്നത്. അവിടെ ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡൊക്കെ സെലക്ട് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും N ലൈനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡാർക്ക് ഇൻറ്റീരിയർ ആണ്, അല്ലെങ്കിൽ ബ്ലാക്കിഷ് ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിൽ നോർമൽ വാഹനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നേവി ആൻഡ് ഡൗ ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ട് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെറാസോ ഗ്രേ എന്നൊക്കെയാണ് ഒഫീഷ്യലി കമ്പനി അതിനെ പറയുന്നത്. പിന്നെ എടുത്തു കൊണ്ട ഒരു കാര്യം സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീല് നന്നായിട്ട് ചേഞ്ചായി എന്നുള്ളത്, അതായത് പുതിയൊരു സ്റ്റിയറിംഗ് വീല് വന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് N ലൈൻ ആണെന്നുണ്ടെങ്കിൽ N ലൈനിൻ്റെ ബാഡ്ജിങ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. N എന്ന ബാഡ്ജിങ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നോർമൽ വെന്യൂലേക്ക് വരുമ്പോഴത്തേക്കും ടെലി കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലൊക്കെ യൂസ് ചെയ്യുന്ന മോസ് കോഡ്, അതിനകത്ത് H എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ
4 ഡോട്ട് കൊണ്ടാണ്. ആ 4 ഡോട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അട്രാക്ഷൻ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ ഒരു വാഹനത്തിൻ്റെ ഡീസലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേവരും കാത്തിരുന്ന ഡീസലിലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൻ്റെ ഡീസലിലുണ്ട്. അത് ടോർക്ക് കൺവെർട്ടഡ് ആണ്. അത് മാത്രമല്ല, ടർബോയിലേക്ക് വരുമ്പോഴത്തേക്കും 7 സ്പീഡ് DCT അവൈലബിൾ ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നമ്മൾ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ ആ ഒരു വേർഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ്റെ പ്രൈസ് മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു വേർഷൻ്റെ പ്രൈസ് മാത്രമാണ് ഇപ്പോൾ കമ്പനി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. യഥാർത്ഥ വാഹനം അല്ലെങ്കിൽ യഥാർത്ഥ ഈ വെന്യൂവിൻ്റെ എക്സ്പീരിയൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഹൈ എൻഡ് വേർഷനൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7.89 lakhs എന്നുള്ള ഇനീഷ്യൽ പ്രൈസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എടുത്തുകൊണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഡിസംബർ 31 മുമ്പ് ഇൻവോയ്സ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം ലഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് തന്നെയാണ്. നമ്മളെന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് ഇപ്പോൾ ഡീറ്റെയിൽ, ഇപ്പം വലിയൊരു ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഇതറിയാം. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിൽ വലിയ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഗിയർ ബോക്സ് അഡീഷണലി ഡീസലിൻ്റെ കൂട്ടത്തിൽ ഒരു ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അത് ടോർക്ക് കൺവെർട്ടഡ് ആണ്. അത് ചേസിസിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതുപോലെ തന്നെ വേരിയന്റിന്റെ ആ ഒരു നോമൻക്ലേച്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ആളുകൾക്ക് ഒരു അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പുതിയ സംഭവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്സ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഹ്യുണ്ടായി എക്സ്പീരിയൻസ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന X എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. അപ്പം HX2, HX4, HX5, HX6, HX7, HX8, HX10, പിന്നെ N-ലൈനിലേക്ക് വരുമ്പോഴത്തേക്കും N6 ആൻഡ് N10 എന്ന് പറയുന്ന 2 വേരിയൻ്റാണ് വരുന്നത്. നമ്മളിതിനെ യഥാർത്ഥത്തിൽ SX ഓപ്ഷണൽ, SXE അങ്ങനെയുള്ള വേരിയൻ്റ് ഒക്കെ ഉണ്ട്. അതിനെ ആ രീതിക്ക് കണ്ടാൽ മതി. വാഹനം മെക്കാനിക്കലി മികച്ചതാണോ എന്നുള്ളത് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ചിട്ടുള്ള ഒരു മൂല്യം ഈ ഒരു വാഹനത്തിനുണ്ടോ, എന്താണ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗിമ്മിക്സ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എടുത്തു വേണ്ട ഒരു കാര്യം, പ്ലാറ്റ്ഫോം ചേഞ്ചായി എന്നുള്ളതാണ്. 71% ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അൾട്രാ ഹൈ ടെൻസ്റ്റൈൽ ആയിട്ടുള്ള സ്റ്റീൽ ഉപയോഗിച്ചു എന്നുള്ളത് ഇവർ അവകാശപ്പെടുന്നുണ്ട്. അത് സ്റ്റാർ റേറ്റിംഗ് വരുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, സ്പേസ് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി സ്പേസ് കൂടി എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. ഇനി ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിൽ എടുത്തു വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3995 മില്ലിമീറ്ററാണ് ലെങ്ത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ബാക്ക് ചോപ്പ് ചെയ്ത ഒരു പ്രതീതി ഉണ്ടാവാതെ ഇരിക്കാനുള്ള രീതിയിലുള്ള ഡിസൈൻ ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബോണറ്റ് തുറക്കുമ്പോൾ അവിടെ ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതൊരു സേഫ്റ്റി സൈഡ് എൻഹാൻസ്മെൻറ്റ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. കാരണം പല രീതിക്കും ബോണറ്റ് ചൂടാകുന്നു, അല്ലെങ്കിൽ എൻജിൻ ചൂടാകുന്ന സമയത്ത് ഈ മുകളിലുള്ള ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ ക്ലാഡിങ്ങിൻ്റെ തുണി അത് ചിലപ്പോൾ തീപിടുത്തത്തിന് തന്നെ കാരണമാകും എന്നുള്ള രീതിക്കാണ് മുൻപുള്ള പഠനങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കമ്പനി ആ ഒരു ക്ലാഡിങ് എടുത്തു കളയാനുള്ള ഒരു കാരണം. അത് മാത്രമല്ല, കമ്പനിക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം ഞങ്ങളുടെ എഞ്ചിൻ അത്രത്തോളം റിഫൈൻഡ് ആണ്, സൈലൻ്റ് ആണ്. എടുത്തുകൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത്, N-ലൈനിൽ വരുന്നിട്ടുള്ള 1 ലിറ്റർ ടർബോ അത് 3 സിലിണ്ടർ എഞ്ചിനാണ്. ബാക്കിയുള്ള നമുക്കറിയാം ഹ്യുണ്ടായുടെ CRD എഞ്ചിൻ 1.5 ആണെന്നുണ്ടെങ്കിലും 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും ഇത്തരം എഞ്ചിനെല്ലാം വളരെ മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. തീർച്ചയായിട്ടും വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു സമ്മപ്പ് എന്ന് പറയുന്നത്, ഡിസൈൻ ലാംഗ്വേജ് വളരെ മികച്ചതാണ്. ഫാബ്രിക് ക്വാളിറ്റി എടുത്തു പറയേണ്ടത്, ഫാബ്രിക് ക്വാളിറ്റിയും ഇൻറ്റീരിയർ ക്വാളിറ്റിയും അപ്പ് മാർക്കറ്റ് എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പുതിയ ചേസിസ് വന്നു എന്നുള്ളതാണ്. ഡീസലിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നു എന്നുള്ളതാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഡീസൽ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണ്. 20.99 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിൻ, ആ ഒരു പെട്രോൾ വാഹനം അല്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് മാത്രമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. 2025 ഡിസംബർ 31 മുമ്പ് ഈ ഒരു വാഹനം ഇൻവോയ്സ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം ലഭിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് തന്നെയാണ്. കാരണം ആളുകൾക്കൊരു ആകാംക്ഷയുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല വാഹനമാണ്, എനിക്ക് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വാഹനം കിട്ടണം എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഈ ഒരു വാഹനം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊന്നുമില്ല, ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് മാത്രമാണുള്ളത്. എന്നാലും ഫാബ്രിക് ക്വാളിറ്റിയും സീറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് വളരെ മികച്ച ഒരു മാർക്കറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ക്വാളിറ്റിയും അത് മാത്രമല്ല ഫാബ്രിക് ക്വാളിറ്റിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഡ്രൈവ് റിവ്യൂ വരുമ്പോഴാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷനിൽ എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.